മറന്നുപോയി നിങ്ങളുടെ ചോദ്യം മറന്നുപോയി. നിങ്ങൾ പറഞ്ഞത് PFI എന്ന് പറയുന്ന തീവ്ര വർഗീയതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഭവത്തിനെ ഞാൻ എതിർക്കുകയും എന്നാൽ RSSനെ ഞാൻ അത്രത്തോളം തീവ്രതയോടെ എതിർക്കുന്നുമില്ല എന്നുള്ള നിങ്ങളുടെ ചോദ്യം. RSSന് തീവ്ര വർഗീയത ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെതിരെ കേസ് കൊടുക്കാമല്ലോ. അങ്ങനത്തെ എത്ര കേസുകൾ, എത്ര നടപടികൾ ഉണ്ടായിട്ടുണ്ട്? ജനങ്ങൾ തീരുമാനിക്കണമെങ്കിൽ RSS ഒരു രാഷ്ട്രീയ പാർട്ടി ഒന്നും അല്ല. PFIയും രാഷ്ട്രീയ പാർട്ടിയല്ല, സംഘടനയാണ്. സംഘടനയ്ക്ക് RSS ഉണ്ട്. അതാണ് ഇല്ലല്ലേ? നിരോധിച്ചു കഴിഞ്ഞില്ലേ? ഇല്ലല്ലേ? എന്തിനാത്? അതെന്തിനായിരുന്നു നിരോധിച്ചേ? പോപ്പുലർ ഫ്രണ്ടിനെ ഒരു ഇന്ത്യക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന രീതിയിലായിരിക്കും. വാദിക്കാൻ ഞാൻ പ്രവർത്തനമല്ല. PFIനെയും SDPIനെയും RSSനെയും BJPനെയും വർഗീയ കക്ഷികളെയൊക്കെ ഒരേപോലെ എതിർക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അല്ലാതെ ഒരു മാത്രം എതിർത്ത് ഒരു പക്ഷത്തിനെ അനുകൂലിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് ഞാൻ കാണിക്കാം. അതിൽ നോക്കി പറ, ഇങ്ങോട്ട് പറയണ്ട. അപ്പൊ VS അച്യുതാനന്ദൻ ഇരട്ടത്താപ്പാണോ സാറേ? VS അച്യുതാനന്ദൻ PFI എതിർത്തു, RSSനെ അല്ല എതിർത്തത്. ഇരട്ടത്താപ്പാണോ എന്ന് പറയൂ സാർ. മുരളീധരൻ തെമ്മാടികളെന്ന് RSSനെ വിളിച്ചു, PFIനെ വിളിച്ചില്ലാത്തത് കൊണ്ട് PFI തെമ്മാടികൾ അല്ലാതാവോ? PFIയും തെമ്മാടികളാണ്, RSSും തെമ്മാടികളാണ്. രണ്ടുപേരും വർഗീയവാദികളാണെന്ന് പറയാൻ താങ്കൾക്ക് എന്താ മടി?